വളരെ നല്ല രീതിയിൽ നമുക്ക് നടത്താൻ കഴിയും. പ്രത്യേകിച്ചും കളമശ്ശേരിയിലും നന്നായി തന്നെ ഓപ്പറേഷൻ വാഹിനി നമ്മളൊരു പുതിയ പദ്ധതി അന്ന് വിഭാവനം ചെയ്തതാണ്. അത് വിജയകരമായി നടപ്പിലാക്കാൻ കഴിയും. ഇത്തവണ ഓപ്പറേഷൻ വാഹിനിയും ഈ പെരുമാറ്റച്ചട്ടങ്ങൾ കുരുങ്ങി കുറച്ചു കാലം കിടക്കുന്ന സ്ഥിതിയുണ്ടായി. പിന്നെ കർക്കശമായ നിലപാട് സ്വീകരിച്ചതിന് ശേഷമാണ് അതിന് അവസാന അംഗീകാരം കിട്ടി. ഇപ്പോൾ ജില്ലയിൽ അത്യാവശ്യത്തിന് മാറ്റുന്നതിനുള്ള പദ്ധതിക്ക് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ഉണ്ടെങ്കിലും അംഗീകാരം കിട്ടി. എടപ്പള്ളി തോട് ഉൾപ്പെടെ പൂർത്തിയാക്കുന്നത് ഓപ്പറേഷൻ വാഹിനിയുടെ ഭാഗമാണ്. മാഞ്ഞാലി തോട്, അതുപോലെ തന്നെ ഇവിടെ തന്നെ മുട്ടാർ ഭാഗത്തുള്ളത്, കുന്നുകര പഞ്ചായത്തിലെ, അതുപോലെ കിഴക്കൻ പ്രദേശങ്ങളിലുള്ളത്, അതെല്ലാം ഓപ്പറേഷൻ വാഹിനിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് ടെൻഡർ വിളിച്ചിട്ടുള്ള നടപടിക്രമങ്ങളാണ് ഉദ്ദേശിച്ചതെങ്കിലും ഇന്നിപ്പോ ഈ 2 ദിവസങ്ങൾ ഉണ്ടായ അനുഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അടിയന്തര പ്രാധാന്യത്തോടുകൂടി നാളെ തന്നെ വർക്ക് ആരംഭിക്കാൻ, ടെൻഡർ ഇല്ലാതെ തന്നെ കളക്ടർ ദുരിതാശ്വാസ നിവാരണത്തിന്റെ ഭാഗമായി നാളെ തന്നെ പ്രവൃത്തി ആരംഭിക്കാനായി ഇറിഗേഷൻ വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായി അടിഞ്ഞു കിടക്കുന്ന പായലുകളും മറ്റ് തടസ്സങ്ങളും ഒരു പരിധി വരെ നമുക്ക് നീക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവിടെ മണ്ഡലത്തിൽ മൂലേപ്പാടം, ഒറ്റച്ചാൽ തുടങ്ങി ആൽഫിയ നഗർ, വിദ്യാനഗർ, നേരത്തെ കയറാൻ സുന്ദരഗിരി ഭാഗം, നമ്മുടെ തങ്കപ്പൻ റോഡ്, ഈ മേഖലയിലെല്ലാം തന്നെ വെള്ളം കയറിയിട്ടുണ്ട്. സാധാരണ വെള്ളം കയറുന്ന ചില പ്രദേശങ്ങളാണ്. അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങളുണ്ടായ ഒരു ഭാഗം മൂലേപ്പാടാണ്. മൂലേപ്പാടം കഴിഞ്ഞൊരു 14 കൊല്ലത്തോളമായി തുടർച്ചയായി വെള്ളം കയറുന്ന സ്ഥലമാണ്. ഹൈവേയുടെ നിർമ്മാണത്തിന് ശേഷം അന്ന് മുതൽ, അതായത് 14 അന്ന് മുതൽ തന്നെ ഈ വെള്ളം കയറുന്നു എന്നത് ശക്തിപ്പെടും.